ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനൊരു വഴി പറയാച്ചാ. മണിമാല എടുത്ത് തൽക്കാലം എന്റെ ബാങ്ക് ലോക്കറിൽ വെക്കാം. അവിടെ അത് സുരക്ഷിതായിട്ട് ഇരുന്നോളും. പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ ലോക്കറിൽ നിന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് അമ്പലത്തിൽ നമുക്കത് തിരികെ വെക്കുകയും ചെയ്യാം. പിന്നെ ഞാനിപ്പോ നിന്നെ വിളിച്ചത് മറ്റൊരു കാര്യം നിന്നോട് പറയാനാ. പൂജയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവാൻ തീരുമാനിച്ച ആ യാത്രയില് ഐശ്വര്യ കൂടി നമുക്ക് കൂടെ കൊണ്ടുപോവാം. എന്താ, നിനക്ക് എതിർപ്പ് വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, സന്തോഷമേ ഉള്ളൂ. ഇതറിയുമ്പോഴേ ഐശ്വര്യക്കും സന്തോഷാവും. അപ്പോ നീ തന്നെ അവളെ വിളിച്ച് ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേക്ക്. ശരി അമ്മേ. ഹലോ, എവിടെയാ? ഫ്ലാറ്റിലുണ്ട്. എന്തേ? ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വിളിച്ചത്. അത് കേൾക്കുമ്പോ തനിക്ക് സന്തോഷമാവും. എന്താ ഒരു സസ്പെൻസ്? ചെറിയൊരു സസ്പെൻസ് ആകാന്ന് കരുതി. ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? താൻ വരുന്നോ? അയ്യോ, അത് സാറും അമ്മയൊക്കെ പോകുന്നല്ലേ. കുടുംബത്തിലുള്ളവര് പോകുന്നതിനിടയ്ക്ക് ഞാൻ വരുന്നത് ശരിയാണോ? താനും ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളല്ലേ. താനും വാ. സത്യം പറഞ്ഞ എനിക്കും ആഗ്രഹമുണ്ട് വരാൻ. പക്ഷേ ഞാൻ വരുന്നത് സാറിന്റെ അമ്മയ്ക്ക് ഇഷ്ടായില്ലെങ്കിലോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അമ്മയെ പറഞ്ഞത് തന്നെ കൂടി കൊണ്ടുപോകാന്ന്. ഇപ്പൊ ആ കൺഫ്യൂഷൻ മാറിയില്ലേ? ശരിക്കും അമ്മ അങ്ങനെ പറഞ്ഞോ? അതോ സാറ് വെറുതെ പറയാണോ? സത്യമായിട്ടും അമ്മ പറഞ്ഞിട്ടാ ഞാൻ തന്നെ ഈ കാര്യം വിളിച്ചു പറയുന്നത്. ഇതിപ്പോ എന്നെക്കാളും അമ്മയ്ക്കാ തന്നോട് ഇഷ്ടക്കൂടുതലെന്നാ തോന്നുന്നേ. അങ്ങനെ ആരോടും പെട്ടെന്ന് അടുക്കുന്ന ആളല്ല അമ്മ. തന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഹലോ ഹലോ, പോയോ? ഒന്നും കേൾക്കുന്നില്ലേ? കേക്കുന്നുണ്ട്. ഈ സന്തോഷം കൊണ്ടേ എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതാ മിണ്ടാതെ നിന്നത്. അപ്പോ യാത്ര പോകാനുള്ള ഒരുക്കങ്ങള് ഇപ്പോഴേ തുടങ്ങിക്കോ. ഓക്കെ സാർ. അപ്പൊ ഈ സന്തോഷത്തിന് എന്താ പകരം തരുന്നേ? ഇതാ പിടിച്ചോ. തൽക്കാലം ഇത് വെച്ചോ. നേരിട്ട് കാണുമ്പോ അപ്പൊ തരാം. ഓക്കെ. യെസ്. ഹലോ തുമ്മിമോളെ. ഹലോ മോളെ, കേക്കാവോ? അച്ഛൻ ഇതെവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. എന്താ മോളെ? ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി അച്ഛനെ വിളിച്ചത്. തമ്പുരാനും തമ്പുരാട്ടിയും മരിച്ചത് പൂജയുടെ അന്നല്ലേ? അതെ. അപ്പോ പൂജയ്ക്ക് അമ്പലത്തിൽ നിന്നെടുത്ത മണിമാല നഷ്ടപ്പെട്ടോ? അല്ല, വേറൊന്നും കൊണ്ട് ചോദിച്ചല്ല. അത് നഷ്ടായാൽ നമ്മുടെ കുടുംബത്തിനും നാടിനും ഒക്കെ ദോഷം വരുമല്ലോ. അതോർത്തപ്പോ എനിക്ക് വല്ലാത്തൊരു ആദി. അതാ ഞാൻ വിചാരിച്ചത് അച്ഛനൊന്ന് വിളിച്ച് ചോദിക്കാന്ന്. മനസ്സിലായി മോളെ. മണിമാല നഷ്ടമായിട്ടില്ല. നീ ആരോടും പറയരുത്. മണിമാല ചിന്നുമോളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് മാത്രമേ ആ രഹസ്യം അറിയൂ. പിന്നെ ഇപ്പോ നിനക്കും. അച്ഛാ, സത്യം പറഞ്ഞ എനിക്ക് നല്ല പേടിയുണ്ട്. അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ
നമ്മുടെ കുടുംബം തന്നെ ഇല്ലാതാവും. ഒരടച്ചുറപ്പും ഇല്ലാത്ത വീട്ടിലാ ചിന്നു ഇപ്പൊ താമസിക്കുന്നത്. അതുപോലൊരു സ്ഥലത്ത് മണിമാല സൂക്ഷിക്കാന്ന് വെച്ചാൽ അത് ഞാനും ആലോചിച്ചതാ മോളെ. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ തീർത്ത് അത് ദേവീ സന്നിധിയിൽ തിരികെ വെക്കണം എന്ന് തന്നെയാ എന്റെ ആഗ്രഹം. അതുവരെ ചിന്നുമോളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അല്ലാതെ വേറെ വഴിയില്ലല്ലോ മോളെ. എനിക്കത്ര വിശ്വാസം ഇല്ലച്ചാ. അതുപോലൊരു സ്ഥലത്ത് ഇത്രയും പവിത്രവും വിലപിടിപ്പുള്ള മണിമാല വെച്ചിട്ട് ഞാൻ എങ്ങനെയാച്ചാ സമാധാനായിട്ട് കിടന്നുറങ്ങുന്നേ? എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാര് നമ്മളെ വെറുതെ വിടുവോ? ഞാനൊരു വഴി പറയാച്ചാ. മണിമാല എടുത്ത് തൽക്കാലം എന്റെ ബാങ്ക് ലോക്കറിൽ വെക്കാം. അവിടെ അത് സുരക്ഷിതായിട്ട് ഇരുന്നോളും. പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോ ലോക്കറിൽ നിന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് അമ്പലത്തിൽ നമുക്കത് തിരികെ വെക്കുകയും ചെയ്യാം. അല്ലാതെ ചിന്നു പോകുന്നിടത്തൊക്കെ അതും കൊണ്ട് പോകുന്നത് അപകടം വച്ചാ. പിന്നെ ദേവീകോപം വേറെയും. അതുകൊണ്ട് അത് എന്നെ ഏൽപ്പിക്ക്. ഞാനത് സുരക്ഷിതായിട്ട് ലോക്കറിൽ വെച്ചോളാം. അപ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ അച്ഛാ. അല്ല, നീ പറയുന്നത് ശരി തന്നെയെന്ന് എനിക്കും തോന്നുക. ഞാൻ ചിന്നുമോളെ എന്ന് വിളിക്കട്ടെ? ഇനിയിപ്പോ അവള് പറ്റില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. മണിമാല ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അച്ഛൻ അത് വാങ്ങണം. ശരി മോളെ, ഞാൻ അവളെ ഒന്ന് വിളിക്കാം. ശരി അച്ഛൻ. ഹലോ അച്ഛാ. മോളെ, അച്ഛനൊരു കാര്യം പറയാനാ വിളിച്ചത്. അല്ല, നിന്റെ അടുത്ത് മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല, അച്ഛൻ പറഞ്ഞോ. തുമ്പിമോള് ഇപ്പൊ വിളിച്ചിരുന്നു. അവള് എന്നോടൊരു കാര്യം പറഞ്ഞു. ആലോചിച്ചപ്പോ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. അതാ നിന്നെ വിളിച്ചത്. എന്താ അച്ഛാ? അത് മോളെ മറ്റൊന്നല്ല, മണിമാല മോളുടെ കയ്യിലിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. തുമ്പിയോട് പറയുന്നത് അതെടുത്ത് അവളുടെ ബാങ്ക് ലോക്കറിൽ വെക്കാവുന്ന. ആ, ആലോചിച്ചപ്പോ എനിക്കും തോന്നി അതാ നല്ലതെന്ന്. അത് നടക്കില്ല അച്ഛാ. അതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. പൗർണമി ദിവസം പൂജ ചെയ്യേണ്ടതല്ലേ? അതോടി മുടങ്ങിയ പിന്നെ എന്താവും അവസ്ഥ? മോളെ, അതൊക്കെ അച്ഛന് മനസ്സിലാവും. നരേന്ദ്രൻ ഇടക്കിടക്ക് വരാറുള്ള സ്ഥലത്ത് അതെത്ര സൂക്ഷിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് പോവും.